തൃശൂർ പാലപ്പള്ളിയിൽ മാലിന്യക്കുഴിയിൽ വീണ കാട്ടാന ചരിഞ്ഞു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആനയെ രക്ഷിക്കാനായില്ല. ആളൊഴിഞ്ഞ വീടിന്റെ പുരയിടത്തിലെ മാലിന്യക്കുഴിയിൽ ഇന്ന് രാവിലെയാണ് ആന വീണത്. ലെവൻ കെ വിജയനുണ്ട് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. ലെവൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ. രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അത് വിഫലമാവുകയായിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപ് വരെയും ആനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു. കയറിട്ട് ആനയെ പുറത്തെത്തിക്കാനുള്ള അവസാന ശ്രമങ്ങളും വനവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് നടത്തിയിരുന്നു. പക്ഷേ അത് വിഫലമായി മാറുകയായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെയുള്ളത് ഈ വരന്തരപ്പള്ളിയിലെ പഞ്ചായത്ത് 4 മണിക്കൂറിലേറെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അത് വിഫലമാവുകയായിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപ് വരെയും ആനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു. കയറിട്ട് ആനയെ പുറത്തെത്തിക്കാനുള്ള അവസാന ശ്രമങ്ങളും വനവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് നടത്തിയിരുന്നു. പക്ഷേ അത് വിഫലമായി മാറുകയായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെയുള്ളത് ഈ വരന്തരപ്പള്ളിയിലെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി സുധയാണ്. അവർ അജിത സുധയാണ്. കാര്യങ്ങൾ അവർ വ്യക്തമാക്കും. എത്ര സമയം നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയിരുന്നു? 8:30-ക്കാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിഞ്ഞ DF അടക്കമുള്ളവർ അപ്പം തന്നെ നടത്തി. അപ്പം തന്നെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. ആനയെ നാട്ടുകാർ കണ്ടല്ലോ, ചിഹ്നം വിളി കേട്ട് ആളുകൾ വന്ന് നോക്കാൻ നേരത്തും ആവശ്യ നിലയിലായിരുന്നു. ആന എന്തായിരുന്നു? ആന നല്ല ഉഷാറായിരുന്നു കേട്ടത്, അറിയാൻ സാധിച്ചത് ആ സമയത്ത്. പിന്നീട് തളർന്നു പോവുകയായിരുന്നു അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇവിടെ ആരൊക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയതും മറ്റും? DF അടക്കമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവരും. ഇപ്പോൾ ആനയുമായിട്ട് വിഷയങ്ങളുമായിട്ട് വരുമ്പോൾ ഇവരുടെ ഭാഗത്ത് നല്ല സഹായങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ പഞ്ചായത്ത് ഇടപെട്ടിട്ട് സർക്കാരിലേക്ക് അറിയിക്കാറുണ്ട്. ഇങ്ങനെ ഫെൻസിങ്, ട്രെഞ്ച് പോലുള്ള ഇത് കുഴിക്കാനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആ നടപടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ആനശല്യം ഉണ്ടാകുന്ന മേഖലയാണല്ലേ? വനമേഖലയോട് കൂടി ചേർന്ന ഒരു പ്രദേശമായതുകൊണ്ട് പഞ്ചായത്തിൽ 5, 6, 7, 8, 9 വാർഡുകൾ വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന വാർഡുകളാണ്. ഈ വാർഡുകളിൽ സ്ഥിരമായിട്ട് ആനക്കൂട്ടങ്ങൾ തൊട്ടടുത്ത ഇവർ ഒരു 15 കിലോമീറ്റർ വരെ ഒരു ദിവസം നടന്ന് നീങ്ങുന്ന പറയണേ. അപ്പോൾ ഒരു വാർഡിൽ നിന്ന് ആ വാർഡിലേക്ക് എത്താൻ പിറ്റേ ദിവസം അങ്ങനെ മാറി നടക്കുക. ഈ ആന 6 മണിക്ക് ഈ പറമ്പിൽ ടാപ്പിംഗ് ചെയ്യാൻ വരുന്ന ആളാണ് ആനേനെ കണ്ടത്. 6 മണിക്ക്. അതിനുശേഷം ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചതിന് ശേഷം ഉദ്യോഗസ്ഥർ, പോലീസ്, ഫോറസ്റ്റൊക്കെ ഉള്ള ഈ നാട്ടിലെ ഈ ട്രൈബൽ കോളനിയിലുള്ള ആളുകളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടാണ് രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ ഈ സേഫ്റ്റി ടാങ്ക് ആയത് കാരണം, ഈ കുട്ടിയാന ആയത് കാരണം ശരിക്കും സേഫ്റ്റി ടാങ്കിനകത്തേക്ക് ഈ ആന ഇറങ്ങിപ്പോയിരുന്നു. തുമ്പിക്കൈയിലെ ഒരു അറ്റം മാത്രമാണ് കാണാൻ സാധിച്ചത്. ഈ ആനയുടെ വീണ് കിടക്കുന്ന സമയത്ത് കാട്ടാനക്കൂട്ടം തൊട്ടടുത്ത് തന്നെ ആനക്കൂട്ടം ഉണ്ടായിരുന്നു. മടങ്ങിപ്പോകാൻ സാധ്യത വളരെ കുറവാണ്. മടങ്ങിപ്പോകാൻ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ അവർ ഈ ആളുകളെ സമ്പർക്കം ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് അടുത്തേക്ക് വരാത്തത്. ഈ ആന വീണതായി അറിഞ്ഞ സമയത്ത് തന്നെ നാട്ടുകാർക്ക് ഇവിടെ വരാൻ പറ്റിയോ? അതായത് ആന ആയതുകൊണ്ട് ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. ആനക്കുട്ടി ഇതിനകത്ത് കിടന്ന് കരയുണ്ടായിരുന്നു. മറ്റുള്ള ആനകളൊക്കെ നീങ്ങിപ്പോയിരുന്നു. ആളുകളൊക്കെ ഒച്ചമേളം കേട്ടപ്പോൾ മറ്റുള്ള ആനകളൊക്കെ നീങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഈ ആന ഈ കുഴിയിലാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് താമസം വന്നു. ഈ ആനേനെ അവർ എവിടെയാണ് ഇത് കിടക്കണമെന്ന് അറിയാണ്ട് അവർ കുറച്ചു നേരം തപ്പിയതിന് ശേഷമാണ് ആനനെ കണ്ടെത്തിയത്. അതിൽ നമ്മുടെ ഒപ്പം സർജൻ കൂടി ചേരുകയാണ്. അദ്ദേഹത്തോടു കൂടി ചോദിക്കാം ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഡോക്ടർ, ഇത് പുതിയമായി നമ്മൾ ഡെത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹയർ ഓഫീഷ്യലിനെ DF-നെ CF-നൊക്കെ അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഇതിൽ പെട്ടെന്ന് വീണു. അനിമൽ സഡൻ ഫാളാനുബന്ധിച്ചിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടായിരിക്കും. പ്രധാനപ്പെട്ട അതിൻ്റെ നെക്കിൽ ഇഞ്ചുറി വന്നിട്ടുണ്ടായിരിക്കും, വെർട്ടിബ്ര ഇഞ്ചുറി വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ചെളി വെള്ളമായതുകൊണ്ട് അത് വെള്ളം ലങ്സിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വി വിൽ ഗോ ഫോർ വീഴ്ചയിൽ പരിക്ക് പറ്റിയതാണ്. പിന്നെ അത് ചെറിയ അതിന് സ്ട്രഗിൾ ചെയ്തിട്ട് കൂടുതൽ ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്. അതിന് പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ഇഞ്ചുറി ഉണ്ട്, അതിൻ്റെ ലങ്സിൽ എത്രത്തോളം വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഈ മൃതപരിശോധനകളും പരിശോധനയ്ക്ക് ശേഷം അറിയിക്കും. നമുക്ക് വകുപ്പിൻ്റെതായിട്ടുള്ള ഭാഗത്ത് നിന്ന് വിവരം കിട്ടിയപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്താൻ സാധിച്ചിരുന്നു. തീർച്ചയായും നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നപ്പോൾ നമ്മൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞ കാരണം ഇത്രയും സാധിച്ചിരുന്നു. ഇത് തളർന്നതാണ് പ്രശ്നം പറ്റിയതല്ലേ? അങ്ങനെയാണ്. പിന്നെ മാത്രമല്ല ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൊസിഷൻ എങ്ങനെയായിരുന്നു? കുറച്ച് സമയം എടുക്കാൻ പറ്റിയിരുന്നു. 80% ബാക്കി 80% ഇതിൽ താഴെ ചെയ്തുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടാണ്. ഇത് ഈ വീഴ്ചയിൽ പറ്റിയപ്പോൾ ഏതെങ്കിലും ഭക്ഷണമോ അങ്ങനെ എന്തെങ്കിലും മരുന്നോ പറ്റിയിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഭക്ഷണം കഴിച്ചിരുന്നാണ് പറയാൻ കഴിഞ്ഞത്. ഫസ്റ്റ് ഒരു വാച്ചേഴ്സിന് അപ്പോൾ ഒരു 5 o'clock മുമ്പായിട്ട് വെളുപ്പിനെ കണ്ടിരുന്നു പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം വീഴ്ചയ്ക്ക് ശേഷം ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ട്. അതായത് തലയും പുറത്തുണ്ടായിരുന്നു. പിന്നീടത്
ഇറങ്ങി പോയപ്പോൾ അടിമ ഉള്ളിൽ അഴുക്ക് എപ്പോഴാണ് ഏകദേശം എപ്പോഴാണ് വീണെന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ടൈം നമുക്ക് അവർ സൗണ്ട് കേട്ടിട്ടുള്ള അറിവുള്ളൂ. അപ്പോൾ വെളുപ്പിന് വീണിട്ടെന്ന് പറഞ്ഞത് ഏകദേശം 5 മണിയൊക്കെ അടുപ്പിച്ചാന്ന് പറയും. ഓക്കെ, ഇനി നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? മറ്റേ പോസ്റ്റ്മോർട്ടം നടപടിയിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അതൊക്കെ അവിടെ നിന്ന് പൊക്കി ബോഡി മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഫൈനലൈസ് ചെയ്യാം. ഓക്കെ, അതിര അദ്ദേഹം വനവകുപ്പ് ഉദ്യോഗസ്ഥനും DFOയും ഔദ്യോഗികമായി അത് രക്ഷാപ്രവർത്തനം കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, മറ്റുള്ള ആളുകൾ എല്ലാവരും തന്നെയുണ്ട്. ഇത്തരത്തിൽ അവരെല്ലാവരും ഒരു മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനവും ശ്രമവും ഒക്കെ നടത്തിയെങ്കിലും നമുക്കറിയാം അത് വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു കുട്ടി ആനയാണ്. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുണ്ടാകാം എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വെറ്റിനറി സർജൻ അടക്കമുള്ള ആളുകളുമൊക്കെ പറയുന്നത്. ഈ ആനയെ സംബന്ധിച്ചുകൊണ്ട് രാവിലെ 5 മണിയോടുകൂടി വീണതായിട്ടാണ് പ്രദേശത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിനു മുൻപേ ഒരുപക്ഷെ വീണിട്ടുണ്ടാവാം, കൃത്യമായൊരു സമയം പറയാൻ പറ്റില്ല. പക്ഷേ ഇത്രയേറെ സമയമായിട്ടും ആ കുഴിയിൽ നിന്ന് അതിന് കരകയറാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യമാണ് കൂടുതൽ അപകടാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. മാത്രമല്ല അല്പസമയങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരു മണിക്കൂർ മുൻപ് വരെയൊക്കെ ആക്റ്റീവായിരുന്നു ആന എന്ന് തന്നെയാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും പറയുന്നത്. അവസാനവട്ട ശ്രമങ്ങളും നടത്തി. ഈ കയറിട്ട് വരെ ഏതെങ്കിലും നിലയിൽ അതിനോട് പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളതടക്കമുള്ളത് കൂടി ഉദ്യോഗസ്ഥർ നോക്കിയിരുന്നു. ആനയെ സംബന്ധിച്ചുകൊണ്ട് അത് അവസാന സമയം വരെ അതിൻ്റെ തുമ്പിക്കൈ അനക്കിക്കൊണ്ടിരുന്നു എന്ന് തന്നെയാണ് ഡോക്ടർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. മാത്രമല്ല ഈ വെള്ളവും കൂടി ഒരു പ്രശ്നമായി എന്നുള്ളതാണ്. ആന കുഴിയിൽ വീണപ്പോൾ ആ കുഴി വിപുലീകരിച്ചതിന് ശേഷം ആനയെ ക്ഷീണിതനാകാതിരിക്കാൻ വേണ്ടി ശരീരത്തിലേക്ക് വെള്ളം കോരി ഒഴിച്ചതാണ് ഈ കാണുന്ന വെള്ളം. പിന്നീട് ഈ മാലിന്യക്കുഴിയിൽ നിന്ന് പുറത്തെത്തിക്കാൻ വേണ്ടി അതിൻ്റെ കുഴി ചെറുതാക്കി വിപുലീകരിച്ചതിന് ശേഷം വഴിവെട്ടി വരെ നൽകിയിരുന്നു ഉദ്യോഗസ്ഥർ. പക്ഷേ അതൊന്നും കൊണ്ടും അതിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പ്രധാനമായും 2 തരത്തിലാണ് പരിക്കേൽക്കാനുള്ളൊരു സാധ്യത. ഈ വീഴ്ചയിൽ ആനക്കുട്ടിയുടെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ടാകാമെന്നുള്ളൊരു നിഗമനമാണ് വെറ്റിനറി സർജൻ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ അതിൻ്റെ ഇൻറ്റേർണൽ ഇഞ്ചുറി, ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ടാകാം, കാലുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോൾ നിഗമനം. വിശദമായ കാര്യം മരണകാരണമടക്കം അറിയുന്നതിനായി പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. ഇനി നടപടിക്രമങ്ങൾ നടത്തുക എന്നുള്ളത് ഈ കുഴിയിൽ നിന്നും ആനയുടെ ശരീരം പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. അതിന് ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ അത് പുറത്തെത്തിക്കാനാകുകയുള്ളൂ. നമുക്കറിയാം ഒരു ജനവാസം കുറഞ്ഞ ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ക്രെയിൻ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നതിന് അല്പം താമസമുണ്ട്. അതുകൂടി എത്തിച്ച് ആനയുടെ ഈ മൃതദേഹം പുറത്തെത്തിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ നടത്തുക. ഇവിടെ തന്നെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് ഉദ്യോഗസ്ഥർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ DFOയുടെ നേതൃത്വത്തിലടക്കം വനവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അതേപോലെ തന്നെ വരന്തരപ്പള്ളി പോലീസിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. പഞ്ചായത്തിലെ തദ്ദേശീയരായിട്ടുള്ള ജനപ്രതിനിധികളുണ്ട്, മറ്റുള്ളവരുണ്ട്. അത്തരം നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ചിരുന്നു വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 4-5 വന്യമൃഗങ്ങളുടെ ആക്രമണം അതിരൂക്ഷമാണെന്നും നിരന്തരം ആനക്കൂട്ടം ഇവിടെ എത്താറുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതും ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളുമൊക്കെ പറഞ്ഞിരുന്നു. പല സമയങ്ങളിലും വരന്തരപ്പള്ളി നമുക്ക് അറിയാം തൃശ്ശൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ ആട്ടാനശല്യം രൂക്ഷമായൊരു പ്രദേശം കൂടിയാണ്. പല സമയങ്ങളിലും ജനവാസ മേഖലകളിലൂടെ ആനകൾ സഞ്ചരിക്കുന്നതും ഇവിടെ നാട്ടുകാർക്ക് അത്ര പുതുമയല്ലാത്ത, അല്ലെങ്കിൽ തൃശ്ശൂരിലെ വാർത്തകളിൽ അത്ര പുതുമയല്ലാത്ത സംഭവമാണ്. അത്തരമൊരു സംഭവം ഉള്ളതായിരുന്നു ഈ വിവരം ലഭിച്ചപ്പോൾ എല്ലാവരും തന്നെ കരുതിയിരുന്നത്. പക്ഷേ ഈ പ്രദേശവാസികളൊക്കെ അതുകൊണ്ട് തന്നെ ആനക്കൂട്ടം ഇവിടെ എത്തിയത് കൊണ്ട് തന്നെ ഈ കുട്ടിയാന ഇവിടെ വീണത് കൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ ഇവിടേക്ക് വരാൻ അല്പം മടിച്ചിരുന്നു. ആന ആക്രമിക്കുമോ അല്ലെങ്കിൽ കൂടെയുള്ള ആനകൾ ആക്രമിക്കുമോ എന്നുള്ളൊരു ഭീതിയൊക്കെ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ആനക്കൂട്ടം പിന്നീട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് എത്തുമ്പോൾ അതിനുവേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് ആനകൾ ഈ പരിസരത്ത് നിന്നും കുറച്ച് ദൂരെ മാറി നിൽക്കുകയും ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥർ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും ആന അതിനോടൊക്കെ സഹകരിക്കുന്നു. അത്തരത്തിലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഈ കൈകാലുകൾ മുൻവശത്തുണ്ടായിരുന്ന, അതായത് ചെളിക്കകത്ത് പൂണ്ടുപോകാതിരുന്ന കൈകാലുകളിട്ട് അനക്കുകയും തുമ്പിക്കൈ അനക്കുകയും രക്ഷാപ്രവർത്തകർ കരകയറാനുള്ള ശ്രമം സ്വയം ആന നടത്തിയെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ മറ്റും പറയുന്നത്. അത്തരത്തിലുള്ള ശ്രമങ്ങളും ആന നടത്തിയിരുന്നു. വെള്ളം കൊടുത്തപ്പോഴും ഭക്ഷണം കൊടുത്തപ്പോഴും ഒക്കെ ആദ്യഘട്ട സമയങ്ങളിൽ ഈ കുഴിയിൽ വീണ് ആളുകൾ തിരിച്ചറിഞ്ഞ സമയങ്ങളിൽ അത് കഴിച്ചിരുന്നു, കുടിച്ചിരുന്നു എന്ന് തന്നെയും പറയുന്നു. പിന്നീട് സ്വാഭാവികമായ ആന തളർന്നു പോവുകയായിരുന്നു. മണിക്കൂറുകൾ ഇത്തരത്തിൽ ഒരേ നിലയിൽ നിലയുറപ്പിച്ചതോടുകൂടി ശാരീരികമായി അവശനാവുകയും പിന്നീട് അത് പതിയെ
മരണത്തിലേക്ക് പോവുകയുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാണുമ്പോൾ തന്നെ ഒരു ദയനീയമായ കാഴ്ചയാണ്. ഒരു കുട്ടി ആനയാണ്. അതിൻ്റെ കുട്ടിത്തമൊക്കെ ആ മുഖത്ത് ഇപ്പോഴും നമുക്ക് കാണാനാവും. ഇത്തരത്തിൽ ഈ ഒരു ആനയുടെ ഒരു മൃഗമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു മരണം അത്യന്തം ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ്. കാരണം നമുക്കറിയാം, ആനകൾ പൊതുവെ തൃശ്ശൂരിൻ്റെയും അല്ല മലയാളികളുടെയും ഒക്കെ ഒരു വലിയ വികാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയുടെ ഒരു മരണമാണെങ്കിൽ പോലും ആളുകളിലും മറ്റും നേരിയ തോതിലാണെങ്കിലും ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങളും മറ്റും വിഫലമായി എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. 8:30 ഉദ്യോഗസ്ഥരും മറ്റും ഇവിടെ എത്തി, വാഹനങ്ങളും മറ്റും എത്തിച്ച്, ക്രെയിൻ അടക്കം എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തി, JCB അടക്കം എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അത് ഫലപ്രദമായി പൂർത്തീകരിക്കാനും വിജയകരമാക്കി മാറ്റാനും സാധിച്ചില്ല എന്ന് തന്നെയാണ് പറയാനാവുക. ആതിര, ശരി, എന്തായാലും 4 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ, അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണിപ്പോൾ ആനക്കുട്ടി ചരിഞ്ഞിരിക്കുന്നത്. പാലപ്പള്ളി എലിക്കോടാണ് സെപ്റ്റിക് ടാങ്കിൽ ഈ ആനക്കുട്ടി രാവിലെ വീണത്. ഏകദേശം 8:30 വനം വകുപ്പ് അടക്കം DFO അടക്കം സ്ഥലത്തെത്തി. നാട്ടുകാരുടെയും വനവകുപ്പിൻ്റെയും സഹായത്തോടു കൂടി രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു. ഈ ആനക്കുട്ടി കുഴിയിലേക്ക് വീണതിൻ്റെ ആഘാതത്തിലാകാം മരണകാരണം എന്നൊക്കെയുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.